ഒരു പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. ഇതൊരു സ്റ്റിച്ചിങ് വീഡിയോ ആണ്. പിങ്ക് പെറ്റൽസ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഈ വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഫ്രണ്ട് ഓപ്പൺ വെച്ചിട്ട് ഒരു പ്ലീറ്റഡ് നൈറ്റി എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അളവനുസരിച്ച് നൈറ്റിയുടെ ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലീറ്റഡ് നൈറ്റി ആയതുകൊണ്ട് അതിൻ്റെ സ്കർട്ട് പോർഷനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നൈറ്റിയുടെ യോക്ക് പീസാണ്. ഇതിൽ നമുക്ക് നെക്ക് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. നെക്ക് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഒരു ക്യാൻവാസ് പേപ്പർ എടുക്കുക. അത് കറക്റ്റ് രണ്ടാക്കി മടക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് അതിൽ അളവുകൾ മാർക്ക് ചെയ്യാം. നെക്ക് വിഡ്ത്ത് അല്ലെങ്കിൽ നെക്കകലം 2.25 ഇഞ്ചാണ് എടുക്കുന്നത്. നെക്ക് ഡെപ്ത്ത് അല്ലെങ്കിൽ നെക്കിൻ്റെ ലെങ്ത്, താഴേക്കുള്ള ലെങ്ത് 6.25 എടുക്കുന്നു. ഇനി ഈ അളവുകൾ കൂട്ടിച്ചേർത്തിട്ട് നമുക്കിതൊരു ബോക്സ് ആക്കി വരച്ചെടുക്കാം. ഇനി ഈ ബോക്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് വരച്ചെടുക്കാം. ഞാനിവിടെ താഴെ നിന്നും മുകളിലേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ മാർക്കിൽ നിന്നും സെൻറ്ററിലേക്ക് ചരിച്ച് വരച്ച് കൊടുത്ത് അങ്ങനെ ഒരു ഷേപ്പിലാണ് നെക്ക് ചെയ്യുന്നത്. ഇനി നെക്ക് ലൈനിൽ നിന്നും പുറത്തേക്ക് ഒരു 1.25 ഇഞ്ച് വീതം നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും ഒരു 1.25 ഇഞ്ച് അതിന് പുറത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരു 2 പീസ് നെക്കായിട്ടാണ് നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഈ നെക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നെക്ക് കട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് 1/2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിന് താഴെ തൊട്ട് കട്ട് ചെയ്തെടുത്താൽ നമ്മൾ നെക്ക് യോക്ക് പീസിലേക്കൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. നെക്ക് പാറ്റേണിൻ്റെ ആദ്യത്തെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ മറ്റേ പീസും കൂടി കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ക്യാൻവാസ് നീങ്ങി പോകാതിരിക്കാൻ വേണ്ടി ഒന്ന് മുട്ടുപിൻ കുത്തി വെച്ചിട്ട് കട്ട് ചെയ്യുക. നമ്മുടെ നെക്ക് പാറ്റേണിൻ്റെ പൂർണ്ണരൂപം ഞാനൊന്ന് കാണിച്ചു തരാം. ഈ രീതിയിലാണ് നമ്മളിത് തയ്ച്ചെടുക്കുന്നത്. ഈ ക്യാൻവാസ് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് നൈറ്റിയുടെ തന്നെ പീസ് എടുക്കാം. അതിലേക്ക് ക്യാൻവാസ് അയൺ ചെയ്ത് കൊടുക്കാം. ക്യാൻവാസ് ഞാൻ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ചുറ്റും ഒരു 1/2 ഇഞ്ച് വെച്ചിട്ട് ബാക്കി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. നെക്കിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ കട്ട് ചെയ്യുന്നില്ല, പുറമേ മാത്രമേ ഇപ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. കട്ട്
കട്ട് ചെയ്തതിന് ശേഷം ആ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ നെക്കിൻ്റെ അടുത്ത പീസും ക്യാൻവാസ് തുണിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതും 1/2 ഇഞ്ച് നിർത്തിയിട്ട് ബാക്കി കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇതിൻ്റെ ഉള്ളിലും നമ്മൾ ഒരു 1/2 ഇഞ്ച് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ക്യാൻവാസിൻ്റെ അരികിലായിട്ട് ഒരു റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. നെക്ക് മറിച്ച് വയ്ക്കുമ്പോൾ ക്യാൻവാസിൻ്റെ എഡ്ജ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കേണ്ടത്. ഈ പീസിൻ്റെയും പുറം ഭാഗത്തുള്ള 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി ഒന്ന് അടിച്ചു കൊടുക്കണം. രണ്ട് പീസ് നമ്മളിപ്പോൾ അരികെല്ലാം അടിച്ചൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്ത ആ സ്റ്റിച്ചിനോട് ചേർത്തിട്ട് നമ്മുടെ മെയിൻ നെക്ക് പീസ് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇത് തയ്ച്ചു കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ ലേസൊക്കെ വെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഈ 2 പീസും കൂടി ആ എഡ്ജ് കൂടി ജോയിൻ ചെയ്തെടുക്കാം. ഇനി 2 പീസായിട്ട് നെക്ക് തയ്ക്കുമ്പോൾ ഇതിലേതെങ്കിലും ഒരു പീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാച്ചിങ് കളറോ കോൺട്രാസ്റ്റ് കളറോ ഒക്കെ കൊടുത്ത് എടുക്കാം. ഒരു പീസ് പ്ലെയിൻ കളർ കൊടുത്തിട്ട് അതിലെന്തെങ്കിലും എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. നെക്കിൻ്റെ 2 പീസ് ഇപ്പോൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. പുറമേ കൂടി ഒരു ലേസ് ഞാൻ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് യോക്ക് പീസുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ തയ്ച്ചാലും മതി. പക്ഷേ ഇപ്പോൾ ആദ്യം ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ അത് നമുക്ക് നീറ്റായിട്ട് തയ്ക്കാൻ പറ്റും. ഇനി യോക്ക് പീസ് എടുത്തിട്ട് ഈ തയ്ച്ച് റെഡിയാക്കിയെടുത്ത നെക്ക് പീസ് നമുക്ക് അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിന് നമ്മൾ തയ്ച്ച നെക്കിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. യോക്ക് പീസിലേക്ക് നെക്ക് പീസ് വെച്ച് കൊടുക്കുമ്പോൾ യോക്ക് പീസിൻ്റെ ചീത്ത വശത്താണ് നെക്ക് പീസ് വെച്ച് കൊടുക്കുക. അതുപോലെ നെക്ക് പീസും നല്ല വശം കമഴ്ത്തി വെച്ച് കൊടുക്കുക. യോക്ക് പീസിലും നെക്ക് പീസിലും നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് തയ്ക്കുമ്പോൾ നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മുട്ടുപിൻ കുത്തി കൊടുക്കുക. ഈ ക്യാൻവാസിൻ്റെ അരികിൽ കൂടി തയ്ച്ചു കൊടുക്കുക. തയ്ക്കുമ്പോൾ ഒരിക്കലും ക്യാൻവാസിലേക്ക് കയറ്റി തയ്ക്കരുത്. അതിൻ്റെ അരികിൽ കൂടി വളരെ ശ്രദ്ധിച്ച് തയ്ച്ചെടുക്കുക. ഇതിപ്പോൾ തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുട്ടുപിന്നെല്ലാം മാറ്റി കൊടുക്കാം. അതിനുശേഷം ഒരു ഉള്ളിൽ 1/2 ഇഞ്ച് നിർത്തിയിട്ട് നമുക്ക് ബാക്കി തുണി കട്ട് ചെയ്ത് മാറ്റാം. ഈ സ്റ്റിച്ച് കട്ട് ചെയ്ത് പോകാതെ ഇതുപോലെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുക. ഈ നെക്കിന് നമുക്ക് നല്ല വശത്തേക്ക് മറിച്ചു കൊടുക്കാം. നല്ല വശത്തേക്ക് മറിച്ചെടുത്തിട്ട് ഈ പാറ്റേണൊക്കെ നല്ല കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ ശരിക്കും റെഡിയാക്കി എടുക്കുക. അതിനുശേഷം എഡ്ജ് കൂടി ടോപ്പ് സ്റ്റിച്ച് അടിച്ചു കൊടുക്കുക. ഇനി നെക്കിന് താഴെ പോർഷനും യോക്കുമായിട്ട് അറ്റാച്ച് ചെയ്യുക. അങ്ങനെ തയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു ലേസ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നല്ല നീറ്റായിട്ട് തയ്ച്ചെടുക്കുക. ഇനി ഇത് ഫ്രണ്ട് ഓപ്പണായിട്ടാണ് തയ്ക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇത് 2 പീസാക്കി എടുക്കണം. അതിന്
സെൻറ്റർ പിടിച്ചൊന്ന് മടക്കി കൊടുക്കുക. അതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. ആദ്യം നൈറ്റിയുടെ റൈറ്റ് സൈഡിൽ വരുന്ന പാർട്ട് എടുക്കുക. അതിലാണ് നമ്മൾ ഹൂക്ക് പിടിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിന് പടി തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 1.5 ഇഞ്ച് വീതിയൊക്കെയുള്ള ഒരു തുണി എടുക്കുക. ഇതിൽ നമ്മൾ പടിക്ക് വേണ്ടിയിട്ട് തുണി അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ യോക്ക് പീസിൻ്റെ നല്ല വശത്താണ് തയ്ക്കുന്നത്. അപ്പോൾ തയ്ച്ച് തുടങ്ങുന്നതിന് മുന്നായിട്ട് നമ്മൾ എടുത്ത പീസിൻ്റെ ഒരു 1/2 ഇഞ്ച് മുകൾ ഭാഗത്തൊന്ന് മടക്കി കൊടുക്കുക. അതിന് ശേഷം യോക്ക് പീസിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് തയ്ച്ചെടുക്കുക. ഞാനിപ്പോൾ ഇത് തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബാക്ക് ഭാഗത്തേക്ക് മടക്കി കൊടുക്കണം. അതിന് മുന്നായിട്ട് എക്സ്ട്രാ നിൽക്കുന്ന പോർഷൻ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാക്ക് ഭാഗത്തേക്ക് മറിച്ചിട്ട് നല്ല നീറ്റായിട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം തുണിയുടെ ബാക്ക് ഭാഗത്തും ഈ പീസ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് അതിൻ്റെ എഡ്ജ് കൂടി തയ്ച്ചു കൊടുക്കുക. ഇപ്പോൾ ഈ ഭാഗത്ത് പടി പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നൈറ്റിയുടെ അടുത്ത പീസിൽ ഇതുപോലെ പടി തയ്ച്ചെടുക്കാം. ഈ പീസിലാണ് നമ്മൾ ഹൂക്ക് കൊളുത്താനുള്ള ലൂപ്പ് പിടിപ്പിക്കുന്നത്. അപ്പോൾ ഹൂക്ക് ലൂപ്പിലിട്ട് കഴിഞ്ഞാൽ അവിടെ തുറന്നിരിക്കാതിരിക്കാനുള്ള ഫ്ലാപ്പാണ് നമ്മൾ ഈ യോക്ക് പീസിൽ പിടിപ്പിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഒരു 3 ഇഞ്ച് വീതിയെങ്കിലുമുള്ള തുണി എടുക്കുക. ഈ പീസിൽ ഇത് പിടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് നൈറ്റി യോക്ക് പീസിൻ്റെ ചീത്ത വശത്താണ് വെച്ച് കൊടുക്കുന്നത്. നേരത്തെ മടക്കിയതുപോലെ തന്നെ ഒരു 1/2 ഇഞ്ച് ആദ്യം മടക്കിയതിന് ശേഷം ഇതിൻ്റെ ചീത്ത വശത്ത് വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് വെച്ച് തയ്ച്ചു കൊടുക്കുക. ആദ്യത്തെ യോക്ക് പീസിൽ പടി തയ്ച്ച് പിടിപ്പിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മൾ ഈ പീസിൽ പടി തയ്ച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നത്. അത് വളരെയധികം ശ്രദ്ധിക്കുക. ഈ പീസ് ഇങ്ങനെ അറ്റാച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ നിവർത്തിയിടുക. നന്നായിട്ട് നിവർത്തി വെച്ച് കൊടുത്തിട്ട് ആദ്യം ഒരു ചെറിയ മടക്കുക. പിന്നെ അതിന് ശേഷം ഒരു ഇഞ്ച് അത് അത്രയൊക്കെ നിൽക്കുന്ന രീതിയിൽ രണ്ടാമത്തെ മടക്കി ആ സ്റ്റിച്ചിൻ്റെ എഡ്ജിലേക്ക് കവർ ചെയ്തിരിക്കുന്ന രീതി വെച്ച് കൊടുത്തിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് അടിച്ചു കൊടുക്കുക. ഇത് ഒരു അത്യാവശ്യം വീതിയിലൊക്കെ ഈ ഫ്ലാപ്പ് നിന്നില്ലെങ്കിലും നമ്മൾ ഹൂക്ക് ഇട്ട് കഴിയുമ്പോൾ അവിടെ ഓപ്പൺ ആയിട്ട് കിടക്കും. അതുകൊണ്ടാണ് ഇത് ഒരു 3 ഇഞ്ച് വീതിയിലെങ്കിലും തുണി എടുക്കാൻ പറഞ്ഞത്. അതും തയ്ച്ചെടുത്തതിന് ശേഷം 2 യോക്ക് പീസും കൂടി കറക്റ്റാക്കി വെക്കുക. 2 പീസും കൂടി ഒന്നിച്ച് ചേർന്നിരിക്കാൻ വേണ്ടിയിട്ട് അടിഭാഗത്തൊരു ചെറിയ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ യോക്ക് പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നെക്ക് നീറ്റായിട്ട് നമ്മൾ പിടിപ്പിച്ചു. പിന്നെ ഓപ്പണിങ്ങും എല്ലാം നീറ്റായിട്ട് തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ ഹൂക്ക് പിടിപ്പിച്ചു കൊടുക്കാം. ഹൂക്ക് ബ്ലൗസിനൊക്കെ പിടിപ്പിക്കുന്ന ഹൂക്കാണ് എടുത്തിരിക്കുന്നത്. ഒരു 2 ഹൂക്കിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ അതിൻ്റെ ലൂപ്പും തയ്ച്ചു കൊടുക്കുക. ഈ യോക്ക് പീസിൻ്റെ കൂടെ നമ്മുടെ സ്കേർട്ട് പീസ് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം. പ്ലീറ്റഡ് നൈറ്റി ആയതുകൊണ്ട് ഈ സ്കേർട്ട് പീസിൽ എക്സ്ട്രാ നിൽക്കുന്ന പാർട്ടെല്ലാം ഞൊറിവാക്കിയിട്ട് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ നൈറ്റിയുടെ ബാക്ക് പീസ് ഞാൻ പ്ലെയിനായിട്ടാണ് എടുത്തിരിക്കുന്നത്. അതും ഇതിനോട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് ഓപ്പൺ പ്ലീറ്റഡ് നൈറ്റി ഇപ്പോൾ റെഡിയായി കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്